ഒമാനിലെ ഏറ്റവും ആകർഷകമായ ബീച്ചുകളിൽ ഒന്നാണ് ഖന്തബ്. പരമ്പരാഗത മത്സ്യബന്ധനത്തിന്റെ മനോഹാരിതയും ടൂറിസവും ഒരുമിച്ച് ചേരുന്ന മസ്കത്തിലെ തീരപ്രദേശം. പാറക്കെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഖന്തബ് ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിർബന്ധമായും എത്തുന്ന ഇടം കൂടിയാണ്. പഞ്ചാരമണലും നീലക്കടലും ബോട്ടിങ്ങും അങ്ങനെ മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് ഖന്തബ്. ഖന്തബിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമാണ്. വളഞ്ഞുപുളഞ്ഞ മലയോര പാതയിലൂടെയുള്ള ഡ്രൈവിംഗ്, കുത്തനെയുള്ള മല കയറും, പിന്നെ ഒരു ഇറക്കം. കാത്തിരിക്കുന്നത് മലയിടുക്കിനുള്ളിൽ ഒരു ബീച്ച്, പാറക്കെട്ടുകളും പച്ചകലർന്ന വെള്ളവും കൊണ്ട് ചുറ്റപ്പെട്ട ഖന്തബ്. മസ്കറ്റിലെ പ്രധാന ബീച്ചുകളിലൊരു ബീച്ചാണ് ഖന്തബ് ബീച്ച്. ഇവിടെ പ്രധാന മാർഗം ഇവരത് ഫിഷിങ്, അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ ബോട്ട് യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ചെറിയ ദ്വീപ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിവിടുന്ന് ബോട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടുത്തെ കയാക്ക് കാര്യങ്ങൾ, ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പരമ്പരാഗത മത്സ്യബന്ധന സമൂഹത്തിന്റെ മനോഹാരിത കൂടിയുണ്ട് ഈ ഗ്രാമത്തിൽ. ഖന്തബ് ബീച്ച് വെറും ഒരു ഇടം മാത്രമല്ല, ഒമാന്റെ തീരദേശ സൗന്ദര്യത്തിലേക്ക് സഞ്ചാരികളെ ആഴ്ന്നിറങ്ങാൻ പാകത്തിൽ അനുഭവം സമ്മാനിക്കുന്നത് കൂടിയാണ്. പ്രധാന തീരത്തിനപ്പുറം സന്ദർശകരെ കാത്തിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഉൾക്കടലുകളുടെയും പാറക്കെട്ടുകളുടെയും ഒരു ശൃംഖലയാണ്. ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഖന്തബ് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം പാറക്കെട്ടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കടലുണ്ട് എന്നതാണ്. വിനോദസഞ്ചാരികളെ കാത്ത് ചെറുതും വലുതുമായ ബോട്ടുകൾ തീരത്തിങ്ങനെ നങ്കൂരമിട്ട് കിടപ്പുണ്ടാകും. പണം പറഞ്ഞുറപ്പിച്ചാൽ പിന്നെ തെളിഞ്ഞ വെള്ളത്തെ വകഞ്ഞുമാറ്റി സമുദ്ര കാഴ്ചകളിലേക്ക് ബോട്ട് കുതിക്കും. ഖന്തബ് കൂടുതൽ അനുഭവിക്കാനാവുക ഈ ബോട്ട് യാത്രയിലാണ്. ഒമാൻ തണുത്തു തുടങ്ങുന്ന മാസങ്ങളിലാണ് ഖന്തബിലേക്കും ബോട്ട് യാത്രക്കും പറ്റിയ സമയം. ഖന്തബ് ബീച്ച് ഞങ്ങൾ വീക്കെൻഡിലൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഫാമിലി ആയിട്ട് കൂളായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ മെയിനായിട്ട് പറയുന്നത് ബീച്ചിൽ നമ്മളെ ടൂറിസത്തിൻ്റെ പാക്കേജായിട്ട് ഇവർ കൊടുക്കുന്ന ബോട്ടിംഗ് സവാരി, അത് നല്ല രസമാണ്. ഞാനൊക്കെ പോയിട്ടുണ്ട്. ഒരു തവണ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നും. പിന്നെ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. അധികം മലയാളീസ് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറ്. സൂര്യൻ മറഞ്ഞാൽ തീരം മറ്റൊരു അത്ഭുതം കാത്തുവച്ചിട്ടുണ്ടാകും. ഒഴുകി വരുന്ന തിരമാലകൾ നീല നിറത്തിൽ മിന്നിത്തുടങ്ങും. കടലിലെ ബാക്ടീരിയ, ഫംഗസ്, ആൽഗ പോലെയുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന കവരിന്റെ കാഴ്ചയാണ്. മീഡിയ 1 മസ്കത്ത്.